ഹായ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് യൂണിഫോം കോട്ട് സ്റ്റിച്ച് ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം. പെൺകുട്ടികളുടേതാണ്. അപ്പോൾ ഇതിൻ്റെ കട്ടിങ് വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെല്ലാവരും അത് കാണണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം നമ്മൾ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ ഭാഗം ഉള്ളിലോട്ട് മടക്കി വയ്ക്കാം. ഈ വീഡിയോ കാണിക്കുന്ന അതേ രീതിയിൽ കറക്റ്റായിട്ട് മടക്കി ഉള്ളിലോട്ടാക്കി വയ്ക്കുക. അതിനുശേഷം നമുക്ക് ആ നെക്കിൻ്റെ അവിടെ ഒരു 1.25 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. കണ്ടില്ലേ, വീഡിയോ കാണിക്കുന്ന അതേ രീതിയിൽ 1.25 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ അവിടെ 1.25 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം ഒരു 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ താഴോട്ട് നമുക്കൊന്ന് വരച്ചു കൊടുക്കാം. അതിനുശേഷം അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആ 1.25 ഇഞ്ചിൻ്റെ അവിടം വരെ മതി, അതിൻ്റെ മുകളിലോട്ട് വേണ്ട. നമുക്കവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. അവിടെ 1.25 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കാം. സ്റ്റിച്ച് ചെയ്ത് കെട്ടിട്ട് നിർത്തണമേ, അല്ലെങ്കിൽ അവിടെ അഴിഞ്ഞു പോകും. നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ആ നെക്കിൻ്റെ അവിടെ ബാക്കി കിടക്കുന്ന ആ ക്ലോത്ത് ഉണ്ടല്ലോ, അതങ്ങ് കട്ട് ചെയ്ത് കളയണം. ആ 4 ഇഞ്ച് അടയാളപ്പെടുത്തി അത് മുകളിലോട്ട് കണ്ടില്ലേ അധികം കിടക്കുന്നത്, ആ ഭാഗം അവിടെയാണ് നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഇതാണ് അധികം മുകളിലോട്ട് അങ്ങനെ കിടക്കുമ്പോഴത്തേനും നമുക്ക് കറക്റ്റായിട്ട് അത് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ബാക്കി കുറച്ച് ഭാഗം ആ സൈഡിൽ ഇപ്പം ഞാൻ അടയാളപ്പെടുത്തുന്ന അവിടെയും കൂടെ കുറച്ച് ഭാഗം കിടപ്പുണ്ട്, അതും കൂടെ നമുക്കങ്ങ് കട്ട് ചെയ്ത് കളയാം. അതിന് ശേഷം നമുക്ക് ആ 1.25 അടയാളപ്പെടുത്തിയില്ലേ, അവിടെ ചെറിയൊരു കട്ട് കൊടുക്കണം. അതിന് ആ 1.25 അടയാളപ്പെടുത്തി അവിടുന്ന് ബാക്കി ഭാഗത്തോടും കൂടെ ചെറുതായിട്ട് 1-2 കട്ട് വീതം കൊടുക്കാം. അതിന് ശേഷമാണ് നമുക്കത് തിരിച്ചിടേണ്ടത്. തിരിച്ചിടുമ്പോഴത്തേനും നമ്മൾ ആ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗം ഉള്ളിലോട്ടാണ് വരുന്നത്. കണ്ടില്ലേ, 1.25 കറക്റ്റ് 1.25ൻ്റെ അവിടെയാണ് കട്ട് ചെയ്യുന്നത്. കണ്ട. അതിന് ശേഷം കുറേശ്ശെ ഒരു 2-3 കട്ട് അങ്ങോട്ട് കൊടുക്കാം. അതിന് ശേഷമാണ് നമ്മളിത് തിരിച്ചിടേണ്ടത്. അത് നമ്മൾ ഇങ്ങനെ കട്ട് കൊടുക്കുമ്പോഴത്തേന് ആ സ്റ്റിച്ചിങ്ങിൽ കൊള്ളരുത്. സ്റ്റിച്ചിങ്ങിൽ കൊണ്ടാൽ അവിടെ അഴിഞ്ഞു പോകും. എന്നിട്ട് നമുക്കിതുപോലെ ആ കൂർത്ത വശമുണ്ടല്ലോ, അതിങ്ങനെ കറക്റ്റ് ലെവലാക്കി വയ്ക്കുക. നാല് ഇഞ്ച് കറക്റ്റ് 4 ആണെന്ന് നമുക്ക് അളന്ന് നോക്കിയതിന് ശേഷം കറക്റ്റ് വെച്ചതിന് ശേഷം കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ നെക്കിൻ്റെ ഭാഗവും ഒന്ന് ക്ലിയർ ആക്കി കൊടുക്കാം. കണ്ടില്ലേ, ആ കട്ട് കൊടുത്തിടം വെളിയിലോട്ടിങ്ങനെ കറക്റ്റായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. കണ്ട. അപ്പോൾ ആ 2 പീസ് കൂടെ ചേർത്ത് ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം. അപ്പോൾ അത് ഒരേ രീതിയിലിരിക്കാൻ വേണ്ടിയാണേ. കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം. ഇതേപോലെ തന്നെ മറ്റേ പീസും ഇതേപോലെ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് ഫ്രണ്ട് പാർട്ടാണേ. നിങ്ങളെല്ലാവരും വീഡിയോ കാണണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. കണ്ടില്ലേ, ഇതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ പീസും കൂടി ഇതേപോലെ ചെയ്തെടുക്കണം. ഇത് 4 ഇഞ്ച് കറക്റ്റ് ഉണ്ടോ നമുക്കൊന്ന് നോക്കാം ആദ്യം. കണ്ട, നമ്മൾ ആ അകത്തോട്ട് മടക്കി വെച്ചിരിക്കുന്ന ആ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയത് കറക്റ്റ് 4 ഇഞ്ച് വന്നിട്ടുണ്ട്. അതുപോലെ ആക്കി വെച്ചതിന് ശേഷം വേണം നമ്മൾ കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പം ഇത് കണ്ട, ഉള്ളിലോട്ട് ഇങ്ങനെ നമ്മളിങ്ങനെയാണ് കോട്ട് വരുന്നത്. ആ ഭാഗം അത്രയും ഭാഗം അങ്ങനെ വരും. അന്നേരമാണ് നമ്മൾ ആ 4 ഇഞ്ച് നെക്കകലത്തിൻ്റെ അനുസരിച്ച് മടക്കി കൊടുക്കാൻ പറഞ്ഞത്. അതുകൊണ്ടാണ്. അന്നേരം നമുക്കത്, അല്ലെങ്കിൽ ആ തയ്യൽ തുമ്പ് വെളിയിലോട്ടിഞ്ഞ് കിടക്കും കുറവാണെന്നുണ്ടെങ്കിൽ. ഇപ്പം നമ്മുടെ നെക്കകലത്തിൻ്റെ അനുസരിച്ച് ഇട്ട് കൊടുക്കുമ്പോഴത്തേനും ഉള്ളിലോട്ട് മറഞ്ഞ ആ ഭാഗം അങ്ങനെ ഇരിക്കും.
അങ്ങനെ 2 പീസും ഞാൻ കട്ട് ചെയ്ത് രണ്ട് ഭാഗങ്ങൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡാട്ട് അടിക്കാം. നമ്മൾ ഡാട്ട് അടയാളപ്പെടുത്തി കൊടുത്തിട്ടില്ലേ, അപ്പോൾ അതിൻ്റെ ആ മധ്യത്തിലുള്ള വരയുണ്ടല്ലോ അവിടെ പിടിച്ചിട്ട് ഇതേ രീതിയിൽ കറക്റ്റാക്കി വെച്ചിട്ട് നമ്മളൊരു 1/4 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. 2 സൈഡിലും 1/4 ഇഞ്ച് വീതമാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ അതേ വരച്ചിരിക്കുന്ന അതേ രീതിയിൽ തന്നെ നമുക്കത് ഡാട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിവർത്തിയിട്ടതിന് ശേഷം കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അത് അയൺ ചെയ്ത് വരുമ്പോഴത്തേനും കറക്റ്റ് നല്ല രീതിയിലാവും. അയൺ ചെയ്യണം, അയൺ ചെയ്യുമ്പോഴാണ് വൃത്തിയാവുന്നത്. അതിനുശേഷം ഡാട്ട് ഇതുപോലെ ഉള്ളിലോട്ടാക്കി വെച്ച് കൈകൊണ്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം നമുക്ക് മറ്റു പീസും കൂടെ ഇതേപോലെ ആക്കിയെടുക്കാം. അതും ഇതുപോലെ കണ്ടില്ലേ, ഡാട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടാണ്. ബാക്ക് പാർട്ട് ഇതേ രീതിയിൽ തന്നെ ബാക്ക് പാർട്ടിലും 2 ഡാട്ടുണ്ടല്ലോ, അതും കൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ, 2 ഡാട്ട അടയാളപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ അതും ഇതുപോലെ ആ വരച്ചിരിക്കുന്ന ആ വരയിൽ പിടിച്ച് ഇതേപോലെ എടുക്കുക. എടുത്തതിന് ശേഷം 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ആ 2 എണ്ണവും അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ 2 ഭാഗങ്ങളും അതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കൈ കൊണ്ടൊക്കെ പ്രസ് ചെയ്ത് കറക്റ്റാക്കി വയ്ക്കാം. ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും കൂടെ ജോയിൻറ്റ് ചെയ്യണം. ഷോൾഡർ ഭാഗം ജോയിൻറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ നമുക്കതിന് വേണ്ടി ആദ്യം ബാക്ക് പാർട്ട് ഇടുക, നല്ല വശം മുകളിലാക്കി ഇടണം. അതിന് ശേഷം ഫ്രണ്ട് പീസ് അതിൻ്റെ മുകളിൽ വയ്ക്കുക. നല്ല വശവും കൂടെ ചേർത്താണ് വയ്ക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ആ ഷോൾഡറിൻ്റെ അവിടെ കണ്ടില്ലേ, വീഡിയോ കാണിക്കുന്ന കണ്ടില്ലോ, ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് വേണം അടയാളപ്പെടുത്താൻ, സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് വരാം. അങ്ങനെ വരുമ്പോഴത്തേനും നമ്മുടെ നെക്കിൻ്റെ അവിടെ ഒരു അല്പം വ്യത്യാസം വരും. ആ ഭാഗങ്ങൾ അപ്പോൾ നമുക്കങ്ങോട്ട് കട്ട് ചെയ്തെടുക്കണം. ഇതിപ്പോൾ കോളർ വയ്ക്കുന്ന ആയതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ കഴുത്തിൻ്റെ അവിടെയാണ് ഒപ്പത്തിന് വയ്ക്കുന്നത്. ഇതിപ്പം കോട്ടായതുകൊണ്ട് നമ്മൾ കോളർ വയ്ക്കുന്നത് കൊണ്ട് നമുക്ക് ആദ്യം നമ്മൾ ഷോൾഡറിൻ്റെ അവിടെ നിന്നാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. സ്റ്റിച്ച് ചെയ്ത് കണ്ട കഴുത്തിൻ്റെ ആ ഭാഗം വന്നപ്പോഴത്തേനും ഒരു അല്പം വ്യത്യാസം വന്നേക്കുന്നുണ്ടോ, ഒരു 1/4 ഇഞ്ച് വ്യത്യാസം അവിടെ വന്നിട്ടുണ്ട്. മറു സൈഡിലും അതേപോലെ വന്നിട്ടുണ്ട്, കണ്ടില്ലേ. അപ്പോൾ അതേ രീതിയിൽ തന്നെ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ആ ബാക്കിലെ നെക്കിൻ്റെ അതേ രീതിയിൽ കുഴിച്ചൊന്നും ഒരുപാട് വെട്ടിക്കളയണ്ട. അതേലോട്ട് ചേർത്ത് ഒരു ശകലം ഒന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. കണ്ട, അപ്പോൾ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കോളർ അടയാളപ്പെടുത്തണം. ഇപ്പോൾ ആദ്യം നമ്മൾ വീഡിയോ കാണിക്കുന്നുണ്ട്, ആ ഭാഗത്തുനിന്ന് തുടങ്ങി മറുഭാഗത്തെ അവിടെ വരെയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം 1.25 അടയാളപ്പെടുത്തി കൊടുത്തു
അകത്തേക്ക് മറിച്ചിട്ട് ആ പീസ് ആ ഭാഗം ഉണ്ടല്ലോ കറക്റ്റാക്കി ഉണ്ട് അവിടം വരെയാണ് ആ 1.25 അടയാളപ്പെടുത്തി നമ്മൾ തയ്ച്ചേക്കുന്നത്. ബാക്കി അങ്ങോട്ട് ഇതേപോലെ കറക്റ്റ് ലെവലാക്കി പിടിച്ച് കഴിയുമ്പോൾ ഷോൾഡറിൻ്റെ ആ ഭാഗങ്ങൾ ഒരേ ലെവലിൽ വരും. കണ്ടില്ലേ, അവിടെയാണ് ഷോൾഡർ ജോയിൻറ്റ് വരുന്നത്. അവിടെ വന്നു. അതിനുശേഷം ബാക്ക് നെക്കിൻ്റെ കറക്റ്റ് മധ്യഭാഗം വന്നു. കണ്ട, ബാക്ക് നെക്കിൻ്റെ മധ്യഭാഗമാണ് എടുക്കുന്നത്. കണ്ട, ഇനി അവിടെ നമ്മൾ ചോക്ക് വെച്ചൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതേ രീതിയിൽ തന്നെ അളന്നെടുക്കണം. തറയിലിട്ട് ഇതേപോലെ വെച്ചതിന് ശേഷം നമുക്കൊന്ന് അളന്നെടുക്കാം. ഒരേ ലെവലിൽ വെക്കണേ. വെച്ചതിന് ശേഷം ഒരു പിന്ന് കുത്തി കൊടുക്കാം. പിന്ന് കുത്തി കൊടുത്തിട്ട് നമ്മൾ ആ നെക്കിൻ്റെ അവിടെ നിന്ന് ആ 1.25 അടയാളപ്പെടുത്തി കൊടുത്ത ആ ഭാഗം വരെയാണ് അളന്നെടുക്കണം. അവിടെ വരെയും നമുക്ക് കോട്ടിൻ്റെ കോളറും മതിയല്ലോ. കറക്റ്റായിരിക്കണം, കറക്റ്റ് ലെവലായിരിക്കണം. എന്നിട്ട് അതേ രീതിയിൽ തന്നെ അങ്ങ് അളന്നെടുത്താൽ മതി. അല്ല നമ്മൾ വലിച്ചു പിടിക്കുകയൊന്നും വേണ്ട. അതേപോലെ വെച്ചതിന് ശേഷം ഒരു 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ വേണം അവിടെ നിന്ന് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കറക്റ്റ് ആ 1.25 കണ്ട, അവിടെയാണ് 1.25 കണ്ട, അവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. കണ്ടില്ലേ, 1.25 നമ്മൾ കൊടുത്ത് ഉള്ളിലോട്ട് മടക്കിയൊരു ഭാഗമാണ് അത്. അപ്പോൾ അവിടെ വരെ മതി. അപ്പം നെക്കിൻ്റെ ഭാഗത്തു നിന്നാണ് അടയാളപ്പെടുത്തി വരുന്നത്. കണ്ടില്ലേ, വന്നതിന് ശേഷം 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ ഇങ്ങനെ അളന്ന് വരിക. എന്നിട്ട് 1.25 അടയാളപ്പെടുത്തി ആ ഭാഗമാണ് വരുന്നത്. അവിടെ കണ്ട, അവിടെയാണ് 1.25 അടയാളപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ വന്നപ്പം നമുക്ക് കിട്ടിയത് 6ഉം 1 പോയിൻറ്റുമാണ് കിട്ടിയിരിക്കുന്നത്. 6ഉം പോയിൻറ്റും ഇവിടെയാണ് 1.25 അടയാളപ്പെടുത്തിയ ഭാഗം വന്നിരിക്കുന്നത്. കണ്ട, അവിടെ 6ഉം പോയിൻറ്റും വന്നിരിക്കുന്നു. കണ്ട, അപ്പോൾ ഇതാണ് നമ്മൾ ഇനി ക്യാൻവാസിൽ കട്ട് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ക്യാൻവാസ് ഇതേപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഫോൾഡ് വശം, അതായത് മുറിയാത്ത വശം നമ്മുടെ വശത്തേക്ക് ഇട്ടേക്കുകയാണ്. ഓപ്പൺ ഭാഗം മറു സൈഡിലാണ്. എന്നിട്ട് അടിഭാഗത്തൊന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു. എന്നിട്ട് ആ 6ഉം പോയിൻറ്റും അവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. നമ്മൾ അളന്നെടുത്ത 6ഉം പോയിൻറ്റുമാണ് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. 6ഉം പോയിൻറ്റും അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ വീതി 3 ഇഞ്ച് വേണം. അപ്പം ആ 3 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തി കൊടുക്കാം. മറു സൈഡിലോട്ട് മാറ്റി അടയാളപ്പെടുത്തിയതിന് ശേഷം അവിടെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കണം. ആറും പോയിൻറ്റും അപ്പം മുകൾ ഭാഗത്തും ഒന്നും അടയാളപ്പെടുത്തി കൊടുക്കണം. അപ്പോൾ കറക്റ്റായിട്ട് നമുക്കൊരു സ്ക്വയറാക്കി വരച്ചെടുക്കാം. ഇങ്ങനെ നമ്മൾ സ്ക്വയറാക്കി വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ആ 6 പോയിൻറ്റും അടയാളപ്പെടുത്തിയല്ലോ, അതിൻ്റെ പകുതി ഒന്ന് താഴെയും മുകളിലും അടയാളപ്പെടുത്തി കൊടുക്കാം. അപ്പോൾ 6 പോയിൻ്റ് ആയതുകൊണ്ട് നമുക്ക് ആ 3ഉം ഒരല്പം കൂടെ മാറ്റി അടയാളപ്പെടുത്തി കൊടുത്താൽ മതി. കാരണം പോയിൻ്റ് ആയതുകൊണ്ടേ 6ഉം പോയിൻറ്റും അല്ലേ വന്നിരിക്കുന്നത്, അതുകൊണ്ട് 3ഉം ഒരു അല്പം കൂടെ മാറ്റി അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം ഇത് കണ്ടില്ലേ, ആ ഓപ്പൺ ഭാഗം വരുന്ന ആ സൈഡിൽ അവിടെ വന്നിട്ട് 1 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. ആ ഫോൾഡ് വശമാണല്ലോ ഇതിപ്പോൾ നമ്മുടെ ആ മുറിയാത്ത ഭാഗം വരുന്നിടമാണല്ലോ, അവിടെ ഒരു 1/4 ഇഞ്ചും കൂടെ അടയാളപ്പെടുത്തി, 1/4 അരയോ അടയാളപ്പെടുത്തി കൊടുക്കാം. ഒരു ഷേപ്പ് അവിടെ തോനെ വേണമെന്നുണ്ടെങ്കിൽ 1/2 ഇഞ്ച് കൊടുക്കാം. അങ്ങനെ എന്നിട്ട് ഈ നമ്മൾ നടുക്ക് മധ്യഭാഗത്തായിട്ട് 6ൻ്റെ പകുതി അടയാളപ്പെടുത്തില്ല, 6ഉം പോയിൻറ്റും അതിൻ്റെ പകുതി അടയാളപ്പെടുത്തി അവിടെ നിന്ന് ഇതേപോലൊരു കർവായിട്ടൊന്ന് വരച്ചു കൊടുക്കാം. ഈ കർവായിട്ട് ഇങ്ങനെ ഈ വരച്ചു കൊടുക്കുന്ന അവിടമാണ് നമ്മളുടെ കോളറിൽ നെക്കിൽ വരുന്ന ഭാഗം. എന്നിട്ട് നമ്മൾ ആ 1/4 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുത്തില്ലേ, അതിൽ നിന്നും ആ പകുതി അടയാളപ്പെടുത്തി അവിടത്തേക്ക് ഇതേ രീതിയിൽ വന്ന് അങ്ങോട്ടൊന്ന് യോജിപ്പിച്ച് കൊണ്ടുപോകാം.
അവിടെ ഇങ്ങനെ പകുതിയിൽ തന്നെ വേണമെന്നില്ല, ഒന്ന് ഷേപ്പാക്കി അങ്ങ് കൊണ്ടുപോകാം. അതിനുശേഷം നമുക്ക് ആ താഴ്ഭാഗമാണ് അളന്ന് നോക്കേണ്ടത്. കറക്റ്റ് 6 പോയിൻറ്റും വരണം. കാരണം നമുക്ക് അതാണ് കോളറിൽ നമ്മുടെ നെക്കിലേക്ക് യോജിപ്പിക്കാനുള്ള ഭാഗം. മറ്റതും മുകളിലാണ് വരേണ്ടത്. ആ 4 ഇഞ്ച് അടയാളപ്പെടുത്തിയ ഭാഗമാണ് മുകളിൽ വരേണ്ടത്. അപ്പോൾ അവിടെ ഒരു 6 പോയിൻറ്റും എവിടെ വരുന്നോ അവിടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. അതിനുശേഷം വീഡിയോ കാണിക്കുന്ന അതേ രീതിയിൽ മുകളിൽ നിന്ന് താഴോട്ട് ക്രോസ് ആയിട്ട് വരും. 6 പോയിൻറ്റും അടയാളപ്പെടുത്തി അതിൽ നിന്ന് നമ്മൾ ആ മുകളിലോട്ടുള്ള ആ പാർട്ടിലേക്ക് അങ്ങ് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് വീഡിയോ കാണിക്കുന്ന ഇതേ രീതിയിൽ തന്നെ നമുക്കത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യം നമ്മൾ ഇതിൻ്റെ ലെങ്ത് 6 പോയിൻറ്റും ഉള്ളത് അടയാളപ്പെടുത്തി കൊടുത്തു. അതിനു മുമ്പ് നമ്മളിത് രണ്ടായിട്ട് മടക്കിയാണ് ക്യാൻവാസ് ഇട്ടയച്ചത്. അതിന് ശേഷം 1 ഇഞ്ച് താഴെ നിന്ന് കൊടുത്തു, 4 ഇഞ്ച് മുകളിൽ കൊടുത്തു. എന്നിട്ട് നമ്മൾ കർവായിട്ട് വരച്ച് ഷേപ്പാക്കി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതേ രീതിയിൽ നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തു. എന്നിട്ട് നമുക്ക് ഷേപ്പ് ഇത്തിരി കൂടെ കൊടുക്കണമെങ്കിൽ മോൾ ഭാഗത്ത് ഷേപ്പ് കൊടുക്കാം. അതേപോലെ ഒന്നുകൂടെ ഷേപ്പാക്കി കൊടുക്കാം. കണ്ടില്ലേ? ഇനി നിവർത്തി ഇടുമ്പോഴത്തേനും ആ കർവായിട്ട് 1 ഇഞ്ച് കൊടുത്ത ഭാഗം താഴെയാണ് വരുന്നത്. നമ്മളൊരു 4 ഇഞ്ച് വ്യത്യാസത്തിൽ കൊടുത്തല്ലോ, അതാണ് ആ മുകളിൽ വരേണ്ടത്. ഇപ്പോൾ കാണിച്ച ആ ഭാഗം ഉണ്ടല്ലോ, അത് നമ്മുടെ നെക്കിനോട് ചേർത്ത് വരേണ്ട ഭാഗമാണ്. ഇനി നമുക്ക് ഇതുപോലെ 2 പീസ് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ ക്യാൻവാസ് ഒന്ന് അയൺ ചെയ്ത് അതിൽ ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ചീത്തവശത്തിലേക്കാണ് ക്യാൻവാസ് ഒട്ടിക്കേണ്ടത്. അപ്പോൾ 2 പീസിൻ്റെയും ചീത്തവശം അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഈ ക്യാൻവാസിൻ്റെ ആ തിളക്കമുള്ള ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗം കണ്ടില്ലേ, ഇത് ഒരു തിളക്കമുള്ള വശം, അതാണ് ഒട്ടിച്ചു കൊടുക്കാൻ അടിഭാഗത്തേക്ക് വെച്ച് കൊടുക്കേണ്ടത്. തിളക്കമുള്ള ഭാഗമാണ് അടിയിൽ വരേണ്ടത്. അങ്ങനെ വെച്ചതിന് ശേഷം നമുക്കതൊന്ന് അയൺ ചെയ്തെടുക്കാം. അഴുക്ക് വശത്തേക്കാണ് അയൺ ചെയ്യേണ്ടത്. അഴുക്ക് വശത്ത് വെച്ചിട്ടാണ് ആ ക്യാൻവാസ് അയൺ ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ കണ്ടില്ലേ, മറ്റേ പീസിൻ്റെയും നല്ല വശം എടുക്കാം. ഇതേപോലെ നല്ല വശം എടുത്തു. അതേപോലെ ക്യാൻവാസിൻ്റെ ഒട്ടിച്ച ആ പീസിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വയ്ക്കാം. ചേർത്ത് വെച്ചതിന് ശേഷം നമുക്കിത് ചുറ്റിനും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമ്മളിതാ ഇപ്പോൾ കാണിക്കുന്ന കണ്ടില്ലേ, അതേപോലെ ആ ഭാഗത്തു നിന്ന് തുടങ്ങി ഇതേ രീതിയിൽ ഇവിടെ വരെ വന്ന് നിർത്തണം. ഇതാണ് വേണ്ടത്. അടിഭാഗത്ത് വേണ്ട. അടിഭാഗത്ത് നമ്മൾ ആ 1 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടും കട്ട് ചെയ്ത ആ ഭാഗമാണ്, അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട. അവിടെ നമുക്ക് മറിച്ചിടാനുള്ളതാണ്. ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്, നിങ്ങൾ കാണുന്നുണ്ട്. അതാ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ, ക്യാൻവാസിൽ കയറരുത്, ക്യാൻവാസിൻ്റെ വെളിയിൽ കൂടെയാണ്, പക്ഷേ അതിൻ്റെ ഓരത്തൂടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ബാക്കിയുള്ള തുണിയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം താഴെ ഒരു 1/2 ഇഞ്ച് വ്യത്യാസത്തിൽ നമ്മൾ തുണി ബാക്കി വെച്ചിട്ടുണ്ട്, 1/2 ഇഞ്ച്. പിന്നെ മുകളിലും മറ്റുള്ള 3 വശത്തും 1/4 ഇഞ്ച് വീതമാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടില്ലേ, ഒരു 1/4 ഇഞ്ച് ആ സൈഡിലും കണ്ടില്ലേ, ആ കാണിക്കുന്ന ആ 3 ഭാഗങ്ങളിലും 1/4 ഇഞ്ച് കൊടുത്തിട്ടുള്ളൂ. അടിഭാഗത്ത് മാത്രമാണ് നമ്മൾ 1/2 ഇഞ്ച് കൊടുത്തേക്കുന്നത്. ഇനി നമുക്ക് ആ താഴ്ഭാഗത്ത് കട്ട് ചെയ്യേണ്ട, 1/2 ഇഞ്ച് കൊടുത്തിരിക്കുന്ന ആ ഭാഗത്ത് കട്ട് ചെയ്യേണ്ട, അല്ലാത്തുള്ള ആ 3 വശവും നമ്മൾ 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ കൊടുത്തിട്ടില്ലേ, 1/4 ഇഞ്ച് വ്യത്യാസത്തിൽ കട്ട് ചെയ്തെടുത്ത ആ പീസ്, ആ ഭാഗം ഉണ്ടല്ലോ, അവിടെ നമുക്കൊന്ന് ചെറിയതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ആ 3 വശങ്ങളും അവിടെ വരെ മതി. കണ്ട, ഇനി നമുക്ക് ആ ഭാഗം ഒന്ന് തിരിച്ചിടണം. ഇത് തിരിച്ചിടേണ്ടതാണ്. മറ്റേ വശമൊക്കെ 1/4 ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് കൊടുത്തതെന്ന് പറഞ്ഞാൽ അത് ഉള്ളിലേക്ക് പോകേണ്ട ഭാഗമാണ്. അപ്പോൾ അതിന് 1/4 ഇഞ്ച് മതി. ഈ 1/2 ഇഞ്ച് കൊടുത്തിടം നമ്മൾ നെക്കിനോട് ചേർത്ത് തയ്ക്കാനുള്ള ഭാഗമാണ്.
അപ്പോൾ നമുക്കത് തിരിച്ചിടാം. ഇതേപോലെ കറക്റ്റായിട്ട് തിരിച്ചിട്ടിട്ട് നമുക്ക് ആ കത്രികയെ വെച്ച് ഒന്ന് തിരിച്ചു കൊടുക്കാം. തിരിച്ചു കൊടുക്കുമ്പോഴത്തേനും അത് കറക്റ്റ് ലെവലാക്കി കിട്ടും. കണ്ടില്ലേ, ഇതേപോലെ നമുക്കങ്ങനെ തിരിഞ്ഞ് വരാത്ത ആ വശം ഉണ്ടല്ലോ, കൂർത്ത വശം, അവിടെ ഒക്കെ നമുക്ക് ഇതേപോലെ ഒന്ന് എന്തെങ്കിലും വെച്ച് ഇതേപോലെ തിരിച്ചെടുക്കാം. തിരിച്ചെടുത്തിട്ട് നല്ലപോലെ അയൺ ചെയ്യാം. അയൺ ചെയ്ത് വരുമ്പോഴത്തേനും കറക്റ്റാക്കി വരും. കണ്ടില്ലേ, നമ്മൾ ഈ 1/2 ഇഞ്ച് കൊടുത്തിരുന്ന ആ ഭാഗം അതിൽ ആ ക്യാൻവാസ് ഒട്ടിച്ചിടം ഉണ്ടല്ലോ, അതിൽ ആ 1/2 ഇഞ്ച് ഉള്ളിലോട്ടാക്കി ഞാൻ വെച്ചിരിക്കുകയാണേ. എന്നിട്ട് നമ്മൾ ബാക്കി അടിയിലത്തെ പീസിൻ്റെ ആ തയ്യൽ തുമ്പ് വെളിയിലോട്ട് 1/2 ഇഞ്ച് കിടപ്പുണ്ടല്ലോ, അതൊന്നും നമുക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇങ്ങനെ അടയാളപ്പെടുത്തി കൊടുത്തിട്ട് വേണം നമ്മളത് കഴുത്തിൽ തയ്ക്കുമ്പോഴത്തേനും കറക്റ്റാക്കി ആ അളവിന് വേണം തയ്ച്ചെടുക്കാൻ. എന്നിട്ട് നമുക്കത് മറു സൈഡിലേക്കും കൂടെ ഒന്ന് വരച്ചു കൊടുക്കാം. മറു സൈഡിലേക്കും കൂടെ അടയാളപ്പെടുത്തി കൊടുത്തു. ഇതാണ് നമ്മൾ കഴുത്തിൽ വെച്ചിട്ട് ആ ഭാഗങ്ങൾ അതേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് കറക്റ്റ് ലെവൽ കിട്ടുന്നത്. നല്ല ഏറ്റക്കുറച്ചിലൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് ക്രോസ് പീസ് വേണമേ. 1.5 ഇഞ്ചിൻ്റെ ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ആം ഹോൾ ഉണ്ടല്ലോ, കൈക്കുഴിയുടെ ആ ഭാഗത്ത് വെക്കാൻ വേണ്ടിയാണ്. അപ്പോൾ 1.5 ഇഞ്ചിൻ്റെ വീതിയിലാണ് ക്രോസ് പീസ് കട്ട് ചെയ്തെടുക്കുന്നത്. അങ്ങനെ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി കണ്ടില്ലേ, നമ്മൾ ഈ കഴുത്തിൻ്റെ മധ്യഭാഗം അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. ആ കഴുത്ത് അടയാളപ്പെടുത്തിയിരുന്നില്ലേ, അത് നമുക്ക് മറു സൈഡിലോട്ടും കൂടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിനുശേഷം ക്യാൻവാസ് 2ആയിട്ട് മടക്കി അതിൻ്റെ മധ്യഭാഗം നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കണം. കറക്റ്റായിട്ട് 2ആയിട്ട് മടക്കിയതിന് ശേഷം അതിൻ്റെ മധ്യഭാഗം അടയാളപ്പെടുത്തിയിട്ട് നമ്മൾ നെക്കിൽ ആ അഴുക്ക് വശത്ത് വേണം വെച്ച് തയ്ക്കാനേ. അഴുക്ക് വശത്ത് വെച്ചതിന് ശേഷം നല്ല വശത്തോട്ടാണ് തയ്ച്ചെടുക്കാനുള്ളത്. അതിങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. മറു സൈഡിലോട്ടും കൂടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം. അതിന് ശേഷം നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. കണ്ടില്ലേ, ഇങ്ങനെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ക്യാൻവാസ് ഒട്ടിച്ചിടമല്ല, അത് ഉള്ളിലോട്ടാണ് മടക്കി വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ആ പീസ് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വെളിയിലോട്ട് കിടന്നത് നമ്മൾ അകത്തോട്ടാക്കി വെച്ചു. എന്നിട്ട് അതിൻ്റെ മറു സൈഡിൽ ആ ക്യാൻവാസ് ഒട്ടിക്കാത്ത ഭാഗം ഉണ്ടല്ലോ, അവിടമാണ് കണ്ടല്ലോ, ആ ഭാഗം നെക്കിൻ്റെ ആ കറക്റ്റ് മധ്യത്തിലായിട്ട് വയ്ക്കുക. അത് അഴുക്ക് വശത്താണ് വെച്ചിരിക്കുന്നത്, നല്ല വശത്തല്ല. അഴുക്ക് വശത്തുനിന്ന് നല്ല വശത്തോട്ടാണ് നമ്മൾ മറിക്കുന്നത്. അപ്പം കറക്റ്റ് ആ മധ്യത്തിൽ വെച്ചിട്ട് ഈ കാണിക്കുന്ന രീതിയിൽ ആദ്യം മധ്യഭാഗത്തുനിന്ന് ഒരു സൈഡിലേക്ക്, അതിനുശേഷം മധ്യഭാഗത്തുനിന്ന് മറു സൈഡിലേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കും. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തുകൊണ്ട് വരണം. കറക്റ്റ് നമ്മൾ ആ 1.25 അടയാളപ്പെടുത്തിയ ആ അവിടം വരെ ആ സ്റ്റിച്ച് വരും. കണ്ടല്ലോ, ഇതേപോലെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് നല്ല വശത്തോട്ടാണ് നമ്മൾ തിരിച്ചിടേണ്ടത്. അപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, കറക്റ്റായിട്ട് നമ്മൾ ആ വരച്ചേക്കുന്ന ആ വര അനുസരിച്ച്
നമ്മൾ അളന്ന് കൊടുത്തില്ലേ, 1/2 ഇഞ്ച് വെളിയിലോട്ട് നമ്മൾ വരച്ചെടുത്തു. അതിന് കറക്റ്റാക്കി വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാൻ. നോക്ക്, കണ്ടില്ലേ വര കണ്ടോ? അതേ രീതിയിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് തിരിച്ചൊക്കെ ഇടുമ്പോഴത്തേനും ഏറ്റക്കുറച്ചിലോ അങ്ങനെയൊന്നും വരത്തില്ല. കറക്റ്റ് ലെവലിൽ തന്നെ കോളറ് കറക്റ്റായിട്ടിരിക്കും. ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഉള്ളിലോട്ടെല്ലാം ആക്കി വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് തയ്ക്കുമ്പോഴത്തേനും നമ്മൾ ഈ അരികു ഭാഗം വരുന്ന അവിടെ കുറച്ച് ഉള്ളിലോട്ടാക്കി വെച്ചിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. കാരണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മറിച്ചൊക്കെ ഇടുമ്പോഴത്തേനും അത് ശരിയാകത്തില്ല. കാരണം നമ്മൾ തയ്ച്ച് വരുമ്പോൾ ആ തയ്യൽ തുമ്പിൻ്റെ ഒരു 1/4 ഇഞ്ച് ഭാഗം ഉള്ളിലോട്ടൊന്ന് ചെറുതായിട്ടൊന്ന് മടക്കി കൊടുക്കുക. അപ്പം നല്ല കറക്റ്റ് നീറ്റായിട്ട് കിട്ടും. കണ്ടില്ലേ ആ ഭാഗം? എന്നിട്ട് നമുക്ക് ഇതുപോലെ ഉള്ളിലോട്ട് അങ്ങ് ആക്കി വെച്ചതിന് ശേഷം ഒരു സ്റ്റിച്ച് കൂടെ കൊടുക്കാം. ഈ വരുന്നത് നല്ല വശത്തോട്ടാണ്, ഈ സ്റ്റിച്ച് വരുന്നത് നല്ല വശത്തേക്കാണ്. കണ്ടോ, നമ്മൾ അഴുക്ക വശത്തൊന്നും നല്ല വശത്തോട്ട് തിരിച്ചിട്ടില്ലേ, ആ ഭാഗമാണ്. അപ്പോൾ നമ്മളിങ്ങനെ 1/4 ഇഞ്ച് ഉള്ളിലോട്ട് അങ്ങ് മടക്കി കൊടുക്കും. ആ സ്റ്റിച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ 1/4 ഇഞ്ച് ഇങ്ങനെ അതേപോലെ ഉള്ളിലോട്ട് മടക്കി കൊടുത്താൽ ഇതേപോലെ അങ്ങോട്ട് ഉള്ളിലോട്ടാക്കി വെച്ചിട്ട് അവിടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റ് നീറ്റായിട്ട് ഇരുന്നോളും. ഒരേ ലെവൽ ആയിട്ട് ഇരിക്കും. കണ്ടില്ലേ? അപ്പോൾ ആ നൂലോ എന്തെങ്കിലുമൊക്കെ വെളിയിലോട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം ഉള്ളിലോട്ടാക്കി വെച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ ഒന്നുകൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. കണ്ടില്ലേ? അതേപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് നീറ്റായിട്ട് തന്നെ നമുക്കത് കിട്ടി. ഉണ്ടാ, അഴുക്ക് വശത്താണ് ഞാൻ കാണിച്ചത്. ഇപ്പം നല്ല വശത്തേക്ക് ഉള്ള ഭാഗമാണിത്. ഉണ്ടാ, ആ സൈഡൊക്കെ കറക്റ്റ് ലെവലായിട്ട് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ? ഞാൻ പോക്കറ്റ് 2 സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചിട്ടില്ല. പോക്കറ്റിൻ്റെ വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഈ ഫ്രണ്ട് ഭാഗമാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം അതിൻ്റെ ആ 4 ഇഞ്ച് മടക്കി കൊടുത്തില്ലേ ഉള്ളിലോട്ട്, ആ ഭാഗം തൊട്ടാണ്. അപ്പം താഴേന്ന് മുതൽ നമുക്ക് മുകളിലോട്ട് ഒരു പ്രഷർ ഫൂട്ടിൻ്റെ വീതിയിൽ ഇത് കാണിക്കുന്ന രീതിയിൽ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് വരണം. ഒരു സ്റ്റിച്ച് കൊടുത്ത് അതേ കൂടെ വന്ന് ഇങ്ങനെ കോളറിൽ കൂടെ കയറി, അതെല്ലാം ആ പ്രഷർ ഫൂട്ടിൻ്റെ വീതി മാത്രം മതിയേ. എന്നിട്ട് നമുക്ക് മറ്റേ പീസിൻ്റെ അവിടെ വന്ന് ഇതേപോലെ താഴേക്ക് വരാം, തയ്ച്ച് വരാം. അപ്പം ഞാൻ തയ്ച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ. കണ്ടില്ലേ? ഇനി നമുക്ക് കൈക്കുഴിയുടെ അവിടെയാണ് തയ്ക്കേണ്ടത്. അപ്പോൾ 1.5 ഇഞ്ചിൻ്റെ പീസ് ഞാൻ ജോയിൻറ്റ് ചെയ്തിട്ട് അതിൽ വെച്ച് ഞാൻ കൈക്കുഴിയുടെ അവിടെ ഒന്ന് അടിച്ചിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്കത് തയ്യൽ തുമ്പ് വെളിയിലോട്ടാക്കി വെച്ചുകൊണ്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. പ്രസ് ചെയ്തിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കാം. കണ്ട, അതേപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്, സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് ഉള്ളിലോട്ട് മടക്കി തയ്ച്ചെടുക്കണം. കാണുന്ന പോലെ ആദ്യം ഒന്ന് മടക്കിയതിന് ശേഷം പിന്നെ ഒന്നുകൂടെ മടക്കി അങ്ങറ്റം വരെ ഇതേ രീതിയിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാം. അങ്ങനെ 2 പീസും ചെയ്തെടുക്കാം. 2 കൈക്കുഴിയുടെ ഭാഗങ്ങൾ അതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇനി നമുക്കിത് ജസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കാം. ആദ്യം ഞാനിതിന് ബാക്ക് പാർട്ട് 2ആയിട്ട് കറക്റ്റ് 2ആയിട്ട് മടക്കിയിട്ടിരിക്കുകയാണ്. ബാക്ക് പാർട്ട് ലെവലാക്കി ഒരേ ലെവലാക്കി എല്ലാം കറക്റ്റാക്കി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ജസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കണം. ഇതിന് ശേഷം നമ്മൾ ഇത് അടയാളപ്പെടുത്തി കൊടുത്തിട്ടാണ് ഫ്രണ്ട് പാർട്ട് തമ്മിൽ ജോയിൻറ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ എനിക്കിവിടെ 8.5 ഇഞ്ചാണ് ചെസ്റ്റ് വേണ്ടത്. ആ 8.5 ഇഞ്ച് അവിടെ അടയാളപ്പെടുത്തി കൊടുത്തു. അതിനുശേഷം ലെങ്ത്, നമ്മുടെ ഷേപ്പിൻ്റെ ഒരു ലെങ്ത് ഉണ്ടല്ലോ, അത് 13.5 വരുന്നുണ്ട്. അതങ്ങ് അടയാളപ്പെടുത്തി കൊടുക്കാം.
അത് അടയാളപ്പെടുത്തി കൊടുത്തു. ഇനി അവിടുത്തെ വണ്ണം വേണ്ടത് 8 ഇഞ്ചാണ്, അതും അടയാളപ്പെടുത്തി കൊടുക്കണം. ഇനി നമുക്ക് താഴ്ഭാഗത്തൊരു 1.5 ഇഞ്ചാണ് തയ്യൽ തുമ്പ് അടയാളപ്പെടുത്തേണ്ടത്. 2 ഇഞ്ചായിരുന്നു ഞാൻ കൊടുത്തത്, അതിൽ 1/2 ഇഞ്ച് മുകളിൽ പോയി താഴെ നമ്മൾ 1.5 ഇഞ്ച് കൊടുക്കുന്നു. ടോട്ടലാണ് 2 ഇഞ്ച് എടുത്തത്. ആ 1.5 ഇഞ്ച് അവിടെ ഞാൻ കൊടുക്കുക. അതിനുശേഷം മുകളിലോട്ട് ഒരു 3.5 ഇഞ്ച് ഓപ്പൺ കൊടുക്കുക. എന്നിട്ടാണ് അവിടുത്തെ വണ്ണം, അവിടെ നമുക്കൊരു 9 ഇഞ്ച് വേണം. ആ 9 ഇഞ്ചും അവിടെ അടയാളപ്പെടുത്തി കൊടുക്കുക. അവിടുത്തെ ഓപ്പൺ ഭാഗത്തിൻ്റെ അവിടുത്തെ തയ്യൽ തുമ്പ് 1 ഇഞ്ച് കൊടുത്താൽ മതി. ഇനി നമുക്കിത് നിവർത്തിയിട്ടിട്ട് ഈ വരയ്ക്കുന്ന ആ തയ്യൽ തുമ്പ് നമ്മൾ ബാക്ക് പാർട്ടിൻ്റെ മറു സൈഡിലോടും കൂടെ അടയാളപ്പെടുത്തി കൊടുക്കണം. അടയാളപ്പെടുത്തി കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരേപോലെ നിവർത്തിയിടുക. നിവർത്തിയിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഓപ്പണൊക്കെ തയ്ച്ചെടുക്കാം. അപ്പോൾ അതൊന്നും എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടില്ല, ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതേപോലെ എല്ലാ ഭാഗങ്ങളും സ്റ്റിച്ച് ചെയ്തെടുത്തു. ഓപ്പൺ നമ്മൾ ചുരിദാറിൻ്റെയൊക്കെ സ്ലിറ്റ് അടിക്കും പോലെ അടിച്ചെടുത്ത് അടിഭാഗവും മടക്കി അടിച്ചിട്ടുണ്ട്. പിന്നെ പോക്കറ്റൊക്കെ വെച്ചിട്ടുണ്ട്. പോക്കറ്റ് ഇനി വേറൊരു വീഡിയോയിൽ ഞാൻ പോക്കറ്റ് വയ്ക്കുന്നത് കാണിക്കുന്നതാണ്. കണ്ടില്ലേ? ഓക്കെ, താങ്ക് യു.